വാണീഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസജഗത്പ്രണാമേ ദൃഷ്ടിഃ സതാം ദർശനേസ്തു ഭവത്തനൂനാം. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആറാമത്തെ ശ്ലോകം നോക്കാം. തത്കഥ്യതാം മഹാഭാഗ യദി കൃഷ്ണകഥാശ്രയം അഥവാസ്യ പദാംഭോജമകരന്ദലിഹാം സതാം. തത്കഥ്യതാം മഹാഭാഗ യദി കൃഷ്ണകഥാശ്രയം അഥവാസ്യ പദാംഭോജമകരന്ദലിഹാം സതാം. പദങ്ങൾ നോക്കാം. തത് കഥ്യതാം മഹാഭാഗ യദി കൃഷ്ണകഥാശ്രയം അഥവാ അസ്യ പദാംഭോജമകരന്ദലിഹാം സതാം. എന്നെ നോക്കാം. മഹാഭാഗ തത് കൃഷ്ണകഥാശ്രയം അഥവാ അസ്യ പദാംഭോജമകരന്ദലിഹാം സതാം യദി കഥ്യതാം. എന്താ പറയണത്? മഹാഭാഗ, മഹാഭാഗ്യശാലിൻ എന്നർത്ഥം. സൂതപൗരാണികരോട് ചോദിക്കുകയാണ്. മഹത്തായ ഭാഗ്യത്തോടു കൂടിയ സൂത എന്നർത്ഥം. മഹാഭാഗ പറഞ്ഞാൽ മഹാഭാഗ്യവാനായിട്ടുള്ളവനെ. അല്ലയോ സൂതപൗരാണിക. തത് കഥ്യതാം. തത് തത് പറഞ്ഞ ആയത് അത്. കൃഷ്ണകഥാശ്രയം ശ്രീകൃഷ്ണന്റെ കഥയെ ആശ്രയിച്ചുള്ളതോ, ആ ഭഗവാന്റെ കഥയെ, ശ്രീകൃഷ്ണ കഥയെ ആശ്രയിച്ചിരിക്കുന്നതോ. അഥവാ അസ്യ, അഥവാ പറഞ്ഞ അല്ലെങ്കിൽ, അഥവാ അസ്യ, അസ്യ പറഞ്ഞ അവിടുത്തെ, ആ ഭഗവാന്റെ, ഇവന്റെ പദാംഭോജമകരന്ദലിഹാം, ആ പാദകമലത്തിലെ മകരന്ദത്തെ ആസ്വദിക്കുന്ന, ആ ഭഗവാന്റെ തൃപ്പാദകമലത്തിലെ ആ തേൻ, ആ മധുവിനെ നുകരുന്ന സതാം സജ്ജനങ്ങളുടെ, സത്തുക്കളുടെ, സജ്ജനങ്ങളുടെ, ആ സജ്ജനങ്ങളുടെ കഥയെ ആശ്രയിച്ചതോ ആണെങ്കിൽ, യതി ഇതി പറഞ്ഞ ആണെങ്കിൽ, കഥ്യതാം കഥിക്കപ്പെട്ടാലും അല്ലെങ്കിൽ പറയപ്പെടണം. എന്താ പറയണത്? അല്ലയോ ഭാഗ്യവാനായ സൂത, ആ പരീക്ഷിത് രാജാവ് ചെയ്തതായ ആ കലിനിഗ്രഹം എന്ന ചരിത്രം, അത് ശ്രീകൃഷ്ണ ഭഗവാന്റെയോ അല്ലെങ്കിൽ ആ ഭഗവാന്റെ പാദകമലത്തെ ആശ്രയിച്ചിരിക്കുന്ന, ആ ഭഗവാന്റെ പാദകമലത്തിൽ നിന്നൊഴുകുന്ന ആ സുധ, ആ തേൻ, ആ അമൃത്, അത് ആദരവോടെ അനുഭവിച്ച് രസിക്കുന്ന ഭക്തന്മാരുടെ കഥയോട് സംബന്ധമുള്ളതാണെങ്കിൽ, ഭഗവാന്റെ കഥയോ അല്ലെങ്കിൽ ഭക്തന്മാരുടെ കഥയോ, ഈ പരീക്ഷത്തിന്റെ ചരിത്രം, ആ കലിനിഗ്രഹം ഭഗവാനുമായോ ഭഗവത് ഭക്തന്മാരുമായോ ബന്ധമുണ്ടെങ്കിൽ അതെനിക്ക് വിസ്തരിച്ച് കേൾക്കണം എന്ന് പറയാണ് ആര്? ശൗനക മഹർഷി, ശൗനകാദികൾ പറയണം. എട്ടായില്ലേ? പരീക്ഷത്തിന്റെ, ഈ പരീക്ഷത്തിന്റെ കലിനിഗ്രഹം, ആ ചരിത്രം, അത് ഭഗവാൻ കൃഷ്ണന്റെയോ അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാരുടെയോ കഥയാണെങ്കിൽ അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അതാണ് പറയണത്. എളുപ്പമാണ്. നോക്കാം നമുക്കൊന്നും കൂടി ആ ശ്ലോകം 6. തത്കഥ്യതാം മഹാഭാഗ യദി കൃഷ്ണകഥാശ്രയം അഥവാസ്യ പദാംഭോജമകരന്ദലിഹാം സതാം. 7ാമത്തെ ശ്ലോകം നോക്കാം. കിമന്യൈരസദാലാപൈഃ ആയുഷോ യദസദ്വ്യയഃ ക്ഷുദ്രായുഷാം നൃണാമംഗ മർത്യയാനാമൃതമിച്ഛതാം. കിമന്യൈരസദാലാപൈരായുഷോ യദസദ്വ്യയഃ ക്ഷുദ്രായുഷാം നൃണാമംഗ മർത്യയാനാമൃതമിച്ഛതാം. പദങ്ങൾ നോക്കാം. കിം അന്യൈഃ അസദാലാപൈഃ ആയുഷഃ യത് അസദ്വ്യയഃ ക്ഷുദ്രായുഷാം നൃണാം അംഗ മർത്യയാനാം ഋതം ഇച്ഛതാം. അന്വയം നോക്കാം. അംഗ ഋതം ഇച്ഛതാം ക്ഷുദ്രായുഷാം മർത്യയാനാം നൃണാം അന്യൈഃ അസദാലാപൈഃ
കിം യത് ആയുഷഃ അസദ്വ്യയഃ. അംഗ, ഹേ പൂജ്യ, പ്രിയങ്കരനായ അല്ലയോ സൂത, ഋതം ഇച്ഛതാം. ഋതം എന്ന് പറഞ്ഞാൽ സത്യം. ഋതം ഇച്ഛതാം, സത്യത്തെ ഇച്ഛിക്കുന്നവരുമായിരിക്കുന്ന ഞങ്ങൾക്ക് എന്നർത്ഥം. സത്യത്തെ അന്വേഷിക്കുന്നവരായ ഞങ്ങൾക്ക്, ക്ഷുദ്രായുഷാം, അല്പായുസ്സോടെ ഇരിക്കുന്നവരും, ഋതം ഇച്ഛതാം, സത്യത്തെ അന്വേഷിക്കുന്നവരും, ക്ഷുദ്രായുഷാം, അല്പായുസ്സോടെ ഇരിക്കുന്നവരും, ക്ഷുദ്രമായ ആയുസ്സോടുകൂടിയവരും, മർത്തിയാനാം, മരണധർമ്മമുള്ളവരും, മരണത്തോടു കൂടിയവരും, സ്വതേ മരണധർമ്മമുള്ളവരുമായ നൃണാം, മനുഷ്യർക്ക് അന്യൈഹി അസദാലാപൈഹി കിം, അന്യൈഹി, മറ്റുള്ള ഇതരങ്ങളായ, അസദാലാപൈഹി, അസൽ സംഭാഷണം കൊണ്ട്, അസൽ സംഭാഷണങ്ങളെ കൊണ്ട്, കിം, എന്തു ഫലമാണ്, എന്തു ഫലം, യത് ആയുഷഃ അസദ്വ്യയഃ, യാതൊന്നിൽ ആയുഷഃ, ജീവിതകാലത്തിൻ്റെ, അസദ്വ്യയഃ, ദുർവ്യയം മാത്രമുണ്ടാവുന്നു. യത്, യാതൊന്നുകൊണ്ട് എന്നർത്ഥം. ആ സദാലാപം കൊണ്ട്, അസൽ സംഭാഷണം കൊണ്ട് എന്താ ഉണ്ടാവുക? ആയുസിൻ്റെ അസത്തായ വ്യയം, ആയുസ് വെറുതെ കളയുകയാണ് ചെയ്യണത് എന്നർത്ഥം. എന്താ സാരം, എന്താ അതിൻ്റെ ആശയം നോക്കാം. ഈ പറയുന്ന വിഷയങ്ങൾ, ഈ പറയുന്ന കഥ, അത് ഭഗവാനോട് ചേർച്ചയുണ്ടെങ്കിൽ മാത്രം വിസ്തരിച്ച് പറഞ്ഞാൽ മതി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ കലിനിഗ്രഹ കഥ അത് ഭഗവാനും ഭഗവത് ഭക്തന്മാരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രം വിസ്തരിച്ചാൽ മതി. എന്താ അങ്ങനെയാണെങ്കിൽ മാത്രം വിസ്തരിച്ചാൽ മതി എന്ന് പറയുന്നത്? അതിൻ്റെ കാരണം കാണിക്കുകയാണ്. അല്ലയോ പൂജ്യനായ സുത, ഞങ്ങൾ സത്രം ആരംഭിച്ചത് തന്നെ ഭഗവാനെ സ്തുതിക്കാനും കീർത്തിക്കാനും വേണ്ടിയിട്ടാണ്. മറ്റ് അന്യങ്ങളായിട്ടുള്ള സംഭാഷണങ്ങൾ കൊണ്ട് ആയുസ് വെറുതെ നഷ്ടപ്പെടുകയുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അസദാലാപം കൊണ്ട്, ആവശ്യമില്ലാത്ത സംസാരം കൊണ്ട് ആയുസ് വെറുതെ പോവുകയാണ്, ഫലമൊന്നുമില്ല. സ്വതേ മനുഷ്യർക്ക് ആയുസ് വളരെ കുറവാണ്. അതുതന്നെ ഇത്ര കാലം ഇരിക്കുമെന്നുള്ളതിന് യാതൊരു നിശ്ചയവുമില്ല. മരണം നമ്മുടെ സ്വഭാവമാണ്. മർത്യൻ എന്ന പേര് തന്നെ കാണിക്കുന്നത് മരണധർമ്മമുള്ളവൻ എന്നാണ്. മരിക്കും, തീർച്ചയാണ്, എന്നറിയില്ല എന്ന് മാത്രം. അതുകൊണ്ട് എത്ര സമയം കിട്ടുമോ അത്ര സമയം അത് ഹരികഥാശ്രവണത്തിനായി മാറ്റിവെക്കുക. ഭഗവത് കഥകൾ കേൾക്കാനും ഭഗവത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനും അത് സാധിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് അങ്ങീ പറയുന്ന കഥ ഹരികഥയുമായി ബന്ധമുണ്ടെങ്കിൽ, ഹരിഭക്തന്മാരുമായി ബന്ധമുണ്ടെങ്കിൽ അങ്ങ് പറയൂ, അല്ലെങ്കിൽ അങ്ങ് പറയണ്ട. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈശ്വര കഥ കേൾക്കാൻ, ഈശ്വര സംബന്ധമായിട്ടുള്ള കഥകൾ കേൾക്കാനാണ് താല്പര്യം. ആ ആഗ്രഹമാണ് ഞങ്ങൾക്ക് എന്ന് പറയണം. വ്യക്തമായില്ലേ? അങ്ങ് പറയാൻ പോകുന്ന കഥ അത് കൃഷ്ണകഥയാണെങ്കിൽ, കൃഷ്ണകഥ അല്ലെങ്കിൽ കൃഷ്ണഭക്തന്മാരുടെ കഥയാണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും, ഭഗവാനെ പറ്റിയല്ലാത്ത സംഭാഷണങ്ങൾ ആയുസ്സിനെ വെറുതെ പാഴാക്കി കളയുക ചെയ്യുക. സ്വതവേ അല്പായുസ്സുകളും മരണധർമ്മമുള്ളവരും സത്യത്തെ അറിയണം എന്ന് ആഗ്രഹമുള്ളവരുമായ മനുഷ്യർക്ക് ഈശ്വരനെ ഒഴികെ, ആ പരമതത്വത്തെ ഒഴിച്ച് മറ്റു കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഈശ്വര സംബന്ധമാണെങ്കിൽ അങ്ങത് പറയൂ. അതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. അതാണ് 7ാമത്തെ ശ്ലോകം. നോക്കാം നമുക്കൊന്നുകൂടി. കിമന്യൈരസദാലാപൈഹി ആയുഷോ യദസദ്വ്യയഃ ക്ഷുദ്രായുഷാം നൃണാമംഗ മർത്തിയാനാമൃതമിച്ഛതാം. 8ാമത്തെ ശ്ലോകം നോക്കാം. ഇഹോപഹൂതോ ഭഗവാൻ മൃത്യുഃ ശാമിത്രകർമ്മണി ന കശ്ചിന്മ്രിയത്തെ താവദ് യാവദാസ്ത ഇഹാന്തകഃ. ഇഹോപഹൂതോ ഭഗവാൻ മൃത്യുഃ ശാമിത്രകർമ്മണി ന കശ്ചിന്മ്രിയത്തെ താവദ് യാവദാസ്ത ഇഹാന്തകഃ. പദങ്ങൾ നോക്കാം. ഇഹ ഉപഹൂതഃ ഭഗവാൻ മൃത്യുഃ ശാമിത്രകർമ്മണി ന കശ്ചിത് മ്രിയത്തെ താവത് യാവത് ആസ്തേ ഇഹാന്തകഃ. ഇഹ അന്തകഃ. അന്നേ നോക്കാം. മൃത്യുഃ ഭഗവാൻ ഇഹ ശാമിത്രകർമ്മണി ഉപഹൂതഃ അന്തകഃ ഇഹ
യാവത് ആസ്തേ താവത് കശ്ചിത് ന മ്രിയത്തെ. മൃത്യു എന്താർത്ഥം? മൃത്യു ഭഗവാൻ എന്താർത്ഥം? മൃത്യുദേവൻ എന്ന ഭഗവാൻ. ആ മൃത്യുദേവൻ എന്ന ഭഗവാനാകട്ടെ ഇഹ ഇങ്ങ് ഇവിടെ ഇവിടെ യാഗത്തിൽ ശാമിത്രകർമ്മണി, ശാമിത്രകർമ്മണി എന്ന് പറഞ്ഞാൽ കൊല്ലുന്ന കാര്യത്തിൽ എന്നർത്ഥം. ഇവിടെ യാഗത്തിൽ മൃത്യുദേവൻ എന്ന ഭഗവാനാവട്ടെ ഇവിടെ ഈ യാഗത്തിൽ ശാമിത്രകർമ്മണി കൊല്ലുന്ന കാര്യത്തിൽ ഉപഹൂത വിളിച്ചു വരുത്തപ്പെട്ടിരിക്കുന്നു, വിളിക്കപ്പെട്ടവനായിരിക്കുന്നു. അന്തകഃ ഇഹ, അന്തകഃ മൃത്യുദേവൻ എന്നർത്ഥം. മൃത്യുദേവൻ ഇഹ ഇവിടെ ഇങ്ങ്. യാവത് ആസ്തേ താവത്, യാവത് ആസ്തേ താവത് ഏതുവരെ ഇവിടെ ഇരിക്കുന്നുവോ താവത് അതുവരെ. ആ മൃത്യുദേവൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം കശ്ചിത് ന മ്രിയത്തെ യാതൊരാളും മരിക്കുകയില്ല, ഒരുവനും മരിക്കയില്ല. എന്താ ശൗനകാദികൾ പറയണത്? അല്ലയോ സൂതപൗരാണിക, ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ ദീർഘസത്രത്തിൽ പശുഹിംസയാകുന്ന ആ കൃത്യത്തെ നിർവഹിക്കാൻ മഹർഷിമാര് ആ യമനെ ഇവിടെ വരുത്തിയിട്ടുണ്ട്, യമനെ ആവാഹിച്ചിരുത്തിയിട്ടുണ്ട്. ആ യമദേവൻ, ആ യമൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ആരും മരിക്കില്ല. അതിനാൽ ഈ സിദ്ധിച്ചിരിക്കുന്ന അവസരത്തെ, അതുകൊണ്ട് കുറച്ച് ദിവസം എന്തായാലും ഞങ്ങൾ മരിക്കില്ല, അതുകൊണ്ട് ആ സമയം വേണ്ടതുപോലെ ആവാൻ വേണ്ടി ആ അവസരത്തെ ഞങ്ങൾ ഭഗവാന്റെ ചരിത്രം കേൾക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ ഭഗവാന്റെ കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണേ എന്നർത്ഥം. വ്യക്തമായില്ലേ? ഈ യാഗത്തിൽ ഈ സത്രത്തിൽ ആലംബന കർമ്മത്തിനായിട്ട് ഞങ്ങൾ യമനെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ യജ്ഞം കഴിയുന്നത് വരെ അത്രയും കാലം യമൻ ഇവിടെ ഉണ്ടാവും. അതുവരെ ആരും മരിക്കില്ല. എല്ലാവരെയും കൊണ്ടുപോകുന്ന ഡ്യൂട്ടി യമനാണല്ലോ. അപ്പം അതുകൊണ്ട് യമൻ ഇവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് ആരും മരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം വെറുതെ മരിക്കാണ്ടിരുന്നുകൊണ്ട് കാര്യമില്ല. ഇവിടെ ഇരിക്കുമ്പോൾ അത് വേണ്ടതുപോലെ ഇരിക്കണ്ടേ. അതിനുവേണ്ടി അങ്ങ് ഈശ്വര കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, ഞങ്ങൾ കേൾക്കട്ടെ. വ്യക്തമായില്ലേ? നോക്കാം നമുക്കൊന്നും കൂടി 8ാമത്തെ ശ്ലോകം. ഇഹോപഹൂതോ ഭഗവാൻ മൃത്യുഃ ശാമിത്രകർമ്മണി ന കശ്ചിൻ മ്രിയത്തെ താവദ്യാവദാസ്ത ഇഹാന്തകഃ. 9ാമത്തെ ശ്ലോകം നോക്കാം. ഏതദർത്ഥം ഹി ഭഗവാനാഹൂതഃ പരമർഷിഭിഃ അഹോ നൃലോകേ പീയേത ഹരിലീലാമൃതം വചഃ. ഏതദർത്ഥം ഹി ഭഗവാനാഹൂതഃ പരമർഷിഭിഃ അഹോ നൃലോകേ പീയേത ഹരിലീലാമൃതം വചഃ. പദങ്ങൾ നോക്കാം. ഏതദർത്ഥം ഹി ഭഗവാൻ ആഹൂതഃ പരമർഷിഭിഃ അഹോ നൃലോകേ പീയേത ഹരിലീലാമൃതം വചഃ. അന്നേ നോക്കാം. നൃലോകേ ഹരിലീലാമൃതം വചഃ പീയേത ഏതദർത്ഥം പരമർഷിഭിഃ ഭഗവാൻ ആഹൂതഃ ഹി അഹോ. നൃലോകേ, നൃലോകേ എന്താർത്ഥം? മനുഷ്യലോകത്തിൽ, മർത്യലോകത്തിൽ ഹരിലീലാമൃതം, ഹരിലീലാമൃതം ഹരിയുടെ ലീല, ശ്രീഹരി ഭഗവാന്റെ ലീലയാവുന്ന ആ അമൃതരസമുള്ള വചഃ, വചസ് ഭഗവാന്റെ ആ ലീലയാകുന്ന അമൃതത്തോടു കൂടിയ വചസ്, ആ വാക്കുകൾ പീയേത പാനം ചെയ്യപ്പെടാനാകണം, ആ പാനം ചെയ്യപ്പെടണം. ആ ഈശ്വര കഥകൾ ഭൂമിയിലുള്ളവർ, ആ മർത്യലോകത്തിൽ ഉള്ളവർ കേൾക്കണം. ഏതദർത്ഥം ഇതിനു വേണ്ടി പരമർഷിഭിഃ ഋഷിശ്രേഷ്ഠന്മാരാൽ, പരമർഷിഭിഃ ഋഷിശ്രേഷ്ഠന്മാരാൽ, മഹാന്മാരായ ഋഷികളാൽ, ഭഗവാൻ ആഹൂതഃ ഹി ഭഗവാൻ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചത് മൃത്യു ഭഗവാൻ, ആ മൃത്യു ഭഗവാൻ ആഹൂതഃ ഹി ഇവിടേക്ക് ക്ഷണിച്ച് വരുത്തപ്പെട്ടതാണല്ലോ, വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അഹോ അത്ഭുതം നോക്കൂ. അഹോ എന്ന് പറഞ്ഞാൽ അത്ഭുതം, അത്ഭുതത്തെ സൂചിപ്പിക്കുകയാണ്. ആശ്ചര്യം എന്ന് പറയുകയാണ്. എന്താ പറയണത്?
മഹാന്മാരായ ഋഷികൾ ആ യമദേവനെ, ആ യമഭഗവാനെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. ഏത് കാര്യം? ഈ മനുഷ്യലോകത്തിലിരിക്കുന്നവർക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ലീലകൾ കേൾക്കാൻ സാധിക്കട്ടെ. ആ ഭഗവാന്റെ കഥകൾ അമൃതതുല്യമായ രസമാണതിന്. അതിൻ്റെ ഫലം വളരെ വലുതാണ്. ആ ഈശ്വര കഥകൾ കേൾക്കട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ആ യമഭഗവാനെ മഹാന്മാരായ ഋഷികൾ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പം കുറച്ചു കാലത്തേക്ക് യമൻ എന്ത് ചെയ്യില്ല, ആരെയും കൊണ്ടുപോവില്ല. അതുകൊണ്ട് ഈശ്വര കഥകൾ ഇരുന്ന് കേൾക്കാലോ. അല്ലാതെ ലൗകികമായ വിഷയങ്ങളുടെ പിന്നാലെ ഓടുകയല്ല വേണ്ടത്. നമ്മളോട് പറയണം, ഈ ഉള്ള ആയുസ്സുണ്ട്, നാളെന്തുണ്ടാവും അറിയില്ല, അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്ന അറിയില്ല. ഉള്ള സമയം വേണ്ടതുപോലെ ഉപയോഗിക്കൂ. വേണ്ടതുപോലെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ പരമതത്വം ഗ്രഹിക്കുക, അതിനായിട്ടുള്ള ശ്രമം, അതാണ് വേണ്ടതുപോലെ ഉപയോഗിക്കൽ. അതാണ് ഈശ്വര കഥാശ്രവണം, ഭഗവത് തത്വവിചാരം. അതിനുവേണ്ടി ഉപയോഗിക്കൂ എന്ന് കാണിക്കുകയാണ്. എന്താ പറഞ്ഞതിൻ്റെ സാരം? ഇവിടെ ഋഷിമാർ, ഈ മനുഷ്യലോകത്തിലുള്ളവർ ഹരിലീലാമൃതം, ആ ഈശ്വര കഥകൾ പാനം ചെയ്യട്ടെ എന്ന് കരുതിയാണ് യമനെ ഇങ്ങോട്ട് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്. വ്യക്തമായില്ലേ? 9ാമത്തെ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏതദർത്ഥം ഹി ഭഗവാനാഹൂതഃ പരമഋഷിഭിഃ അഹോ നൃലോകേ പീയേത ഹരിലീലാമൃതം വചഃ. 10ാമത്തെ ശ്ലോകം നോക്കാം. മന്ദസ്യ മന്ദപ്രജ്ഞസ്യ വയോ മന്ദായുഷശ്ച വൈ നിദ്രയാ ഹ്രിയത്തെ നക്തം ദിവാച വ്യർത്ഥകർമ്മഭിഃ. മന്ദസ്യ മന്ദപ്രജ്ഞസ്യ വയോ മന്ദായുഷശ്ച വൈ നിദ്രയാ ഹ്രിയത്തെ നക്തം ദിവാച വ്യർത്ഥകർമ്മഭിഃ. പദങ്ങൾ നോക്കാം. മന്ദസ്യ മന്ദപ്രജ്ഞസ്യ വയഃ മന്ദായുഷഃ ച വൈ നിദ്രയാ ഹ്രിയത്തെ നക്തം ദിവാ ച വ്യർത്ഥകർമ്മഭിഃ. അന്നെ നോക്കാം. മന്ദസ്യ മന്ദപ്രജ്ഞസ്യ മന്ദായുഷഃ വയഃ നക്തം നിദ്രയാ ച ദിവാ വ്യർത്ഥകർമ്മഭിഃ ച വൈ ഹ്രിയത്തെ. അർത്ഥം നോക്കാം. മന്ദസ്യ ഉത്സാഹഹീനൻ എന്നർത്ഥം. ഉത്സാഹഹീനനും അല്ലെങ്കിൽ മടിയനും, മന്ദപ്രജ്ഞസ്യ പ്രജ്ഞാമാന്ദ്യമുള്ളവനും ബുദ്ധിശക്തി കുറഞ്ഞവനും എന്നർത്ഥം. മന്ദ ആയുഷഃ ച അല്പമാത്രം ആയുസ്സുള്ളവനുമായവൻ്റെ, അല്പമാത്രം ആയുസ്സുള്ളവനുമായ ആ മനുഷ്യൻ്റെ വയഃ വയസ്സ് അല്ലെങ്കിൽ ജീവിതകാലം, നക്തം നിദ്രയാച രാത്രിയിൽ ഉറക്കത്താലും, രാത്രി മുഴുവൻ ഉറങ്ങിത്തീരും, രാത്രിയിൽ ഉറക്കത്താലും ഉറക്കം കൊണ്ടും, ദിവാ വ്യർത്ഥകർമ്മഭിഃ ച വൈ ദിവാ പകൽ സമയത്തിൽ, വ്യർത്ഥകർമ്മഭിഃ ച ഒരു പ്രയോജനവുമില്ലാത്ത കർമ്മങ്ങൾ കൊണ്ടും നിഷ്പ്രയോജന കർമ്മങ്ങളാലും ഹ്രിയത്തെ അപഹരിക്കപ്പെടുന്നു. എത്തായില്ലേ? അലസനും ബുദ്ധി കുറഞ്ഞവനും ആയുസ്സില്ലാത്തവരുമായ മനുഷ്യൻ്റെ ഈ ജീവിതത്തിൽ, ആ ജീവിതകാലത്തിൽ അല്ലെ ആ ജീവിതദശയിൽ പകുതി സമയം എങ്ങനെ, രാത്രി മുഴുവൻ എങ്ങനെ പോയി? നിദ്ര കൊണ്ട് ഉറങ്ങി അങ്ങോട്ട് തീർന്നു. പിന്നെ ആ പകുതി സമയമോ, ആ പകൽ സമയമോ എങ്ങനെ പോകും? അത് വ്യർത്ഥങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തും കൊണ്ട്, ഒരു പ്രയോജനവുമില്ലാത്ത കർമ്മങ്ങൾ, പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് ഉപകരിക്കാത്തതായ വ്യർത്ഥകർമ്മങ്ങൾ കൊണ്ടും അങ്ങനെ കഴിഞ്ഞു പോകുന്നു. മറ്റ് ജീവജാലങ്ങൾക്ക് എളുപ്പം സാധിക്കുന്ന വിഷയങ്ങൾ തന്നെ അതിനു വേണ്ടിയിട്ട് തന്നെ മനുഷ്യനും പകൽ സമയത്തോട്, പകൽ മുഴുവൻ അങ്ങനെ കഴിയുന്നു, രാത്രി ഉറങ്ങിക്കഴിയുന്നു, വേണ്ട കാര്യം ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. മനുഷ്യനായിട്ട് വന്നതിൻ്റെ ഉദ്ദേശം, മനുഷ്യനായിട്ട് പിറന്നതിൻ്റെ ഉദ്ദേശം അത് മുക്തിയാണ്. അതിനുവേണ്ടി ശ്രമിക്കാണ്ട് അങ്ങനെ കഴിയുന്നുവല്ലോ ആണ്. വ്യക്തമായില്ലേ? മടിയരും ബുദ്ധിശക്തി കുറഞ്ഞവരും അല്പായുസ്സുക്കളുമായ മനുഷ്യരുടെ ഈ രാത്രി സമയം മുഴുവൻ ഉറങ്ങിക്കൊണ്ട് കഴിഞ്ഞു, അങ്ങനെ നഷ്ടപ്പെടുന്നു. പകൽ സമയമോ അതും നഷ്ടപ്പെടുകയാണ്. അതൊക്കെ നിഷ്പ്രയോജന കർമ്മങ്ങളിൽ വ്യാപരിച്ചുകൊണ്ട് പാഴായിപ്പോകുന്നു. പ്രയോജനമുള്ള കാര്യമല്ല ചെയ്യുന്നത്, ഒരു പ്രയോജനമില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഇടയ്ക്ക് വെച്ച് ചത്തുപോകുന്നു. പാപം ശിവ ശിവ. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നോക്കാം നമുക്കൊന്നും കൂടി ആ 10ാമത്തെ ശ്ലോകം.
മന്ദസ്യ മന്ദപ്രജ്ഞസ്യ വയോ മന്ദായുഷശ്ച വൈ നിദ്രയാ ഹ്രിയത്തെ നക്തം ദിവാച വ്യർത്ഥകർമ്മഭിഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേഃ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.